കട്ടയ്ക്ക് കൂടെ നിൽക്കും. മലയാളം ഫ്രൂട്ട്. ഫ്രൂട്ട്. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം. നിൽക്കുന്ന ഒരു ഫ്രൂട്ട്. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫ്രൂട്ടോ? പ്ലീസ് തെറ്റിക്ക് എന്നാലും നമ്മുടെ പണിഷ്മെന്റ്. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം. ഫ്രൂട്ട്. മതി സമയം കഴിഞ്ഞു. ശരി പറയട്ടെ. സപ്പോർട്ട കുട്ടി. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നല്ല ഗുഡ് വൺ. പണിഷ്മെന്റ് എടുത്തോളൂ. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫ്രൂട്ട് സപ്പോർട്ട. അങ്കിൾ എന്നെ എന്തോ നോട്ടം. ജിബ്രിഷിൽ സംസാരിക്കുക. ജിബ്രിഷ് അറിയാലോ അല്ലേ? ഇല്ല, എനിക്ക് കാണിച്ചു തരണം എങ്ങനെയാണ്. ഇല്ല നമുക്ക് കുറച്ചു നേരം ജിബ്രിഷ് ഞാൻ ചോദിക്കുന്നതിന് ജിബ്രിഷിൽ സംസാരിച്ചാൽ അല്ലല്ല, നീ ജിബ്രിഷ് എന്താന്ന് അറിഞ്ഞുവിടല്ലോ. അറിയുന്നില്ല, തോന്നിയ പോലെ പറഞ്ഞാൽ മതി. ഓക്കെ? ഇല്ല, എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, ആദ്യം പറഞ്ഞു കാണിച്ചതാ. അതിപ്പോ പറഞ്ഞു ഞാനിങ്ങനെ ഞാൻ കാണിക്കുന്നേ. Ясра illa chamba. Ясра гостра масла часа. Я васilla. Гостра космолк чалчко скопка. Lasandava. Кескуна мочкат катка. Яшилла селлеве. Шоскол бөлкс качка. О, селлаше. Боско. Баслеши савача? Беско. Lasa vishil. Gosko va. Dololla lasandava shat. Leski moskos cha. Lasko jojkosko. Yusuf vishil. Lashi savachi. Jaskosko boski chaskiska. Oh, kas. Oh, nice. അടിപൊളി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ. ബാർബി ഗേൾ ക്യൂ നിന്നാൽ എന്തുണ്ടാവും? ബാർബി ഗേൾ ക്യൂ നിന്നാൽ എന്തുണ്ടാവും? ബാർബി ഗേൾ ക്യൂല് നിന്നാൽ എന്തുണ്ടാവും? ബാർബിക്യൂ ഉണ്ടാവും. വെള്ളത്തിൽ അലിയുന്ന പൂ ഉണ്ടെങ്കിൽ അത് പൂ. ഷാംപൂ. പഠിച്ചിടുന്നതാണോ? ദോശ ചൂടാൻ എടുക്കുന്ന മരം. ദോശ ചൂടാൻ എടുക്കുന്ന മരോ? പറഞ്ഞു. പാമരോ? എന്താണ് ദോശ ചൂടാൻ എടുക്കുന്ന മരം? ദോശ ചുടാൻ എടുക്കുന്ന മരം അറിഞ്ഞൂടാ. മാവ്. എന്തുവാണ് വിചാരിച്ചു കുട്ടി എല്ലാം ശരിയാക്കി ഞങ്ങളുടെ പണിഷ്മെന്റ് ഒക്കെ വെറുതെ ആവുന്നു. അതെന്താ? ആങ്കറുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫീച്ചർ പറഞ്ഞുകൊണ്ട് ഇതല്ലായിരുന്നു മാറ്റി. ഇയാൾ മാറ്റിയതാ. ചതിയാ. ഇതല്ലായിരുന്നു കേട്ടോ. ഇതല്ല വേറെ എടുക്കണോ? വേണ്ട. ഞാൻ പറയുന്ന പണിഷ്മെന്റ് മതി. വേണം. അത് എനിക്ക് ട്രോളാവും. ഞാൻ ചുമ്മാ ഒന്നാമത് ഏറില്ല. ആങ്കറുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫീച്ചർ പറഞ്ഞുകൊണ്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യും. ആ കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. എല്ലാം നല്ല ഫീച്ചേഴ്സ് ആണല്ലോ. വേണ്ട. അത് അവരോട് പറഞ്ഞ അവർക്ക് കുഴപ്പമില്ല, നിനക്കത് കുഴപ്പമൊന്നു. അല്ല, ഞാൻ ഓൾറെഡി എയറിലാണ്. നേരത്തെ പറഞ്ഞ പോലെ താങ്കൾക്ക് മറ്റു ഭാഷ പറഞ്ഞോ. ആദ്യം ഞാൻ നോക്കട്ടെ, ഏറ്റവും നല്ല ഫീച്ചർ ഏതാണെന്ന് നോക്കട്ടെ. Am I making you conscious? അതെ. ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുകയാണ്. ശരി. നന്നായിട്ട് ആ മുഖത്ത് ഇത്രയും പ്ലസന്റ് ആയിരിക്കുന്ന ചിരി കാണാൻ എന്ത് രസാന്നറിയോ? ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്മൈല് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ചിരി ഞാൻ എന്റെ ലൈഫ് ലോങ് കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള പെർമിഷൻ ഗ്രാന്റ് ചെയ്യൂ. ഞാനൊരു ഫോട്ടോ തന്നെ അയച്ചാൽ മതിയോ? ഡെയിലി കാണണം. രാവിലെ വൈകുന്നേരം രാത്രി കാണണം. രാവിലെ കാണണം അല്ലേ? അയച്ചു തരട്ടെ? നമ്പർ വന്നിട്ട് പോയാൽ മതി. കൊള്ളാം. ഇനി മഹിമ ഈ പറഞ്ഞ പോലെ മഹിമയുടെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റ ബയോ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ മനസ്സിലാവും. അതല്ലാതെ ഈ പറയുന്ന പോലെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ അറിയാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. നമ്മൾ റൗണ്ടിലേക്ക് പോവാണ്. ഡ്രീം വേഴ്സസ് റിയൽ. ഡ്രീം വേഴ്സസ് റിയൽ എന്നാണ് റൗണ്ടിന്റെ പേര്. ഡ്രീമിലുള്ളത് എന്താണ്, റിയലിൽ കയ്യിലുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രീം കാർ ഉണ്ടെങ്കിൽ എന്താണ്,
പോട്ടെ. See, I'll tell you, I'm not a car person. So, ഇത് വന്നിട്ട് I don't think I can answer to this question. കാരണം എനിക്ക് അങ്ങനെ ഒരു കാറിനോടും ഇതിനോടൊന്നും ഒന്നിനോടുമില്ല ആക്ച്വലി അതിനോടൊന്നുമില്ല. സോ ഇപ്പൊ I have only an Innova, അത്രേ ഉള്ളൂ. No, I don't drive. So അതുകൊണ്ട് എനിക്ക് പേഴ്സണലി കാറിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ അതും ഇതുപോലെ തന്നെയാണ്. എന്റെ കയ്യിലുള്ള ഫോൺ ഇസ് 12 Pro. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഇത്രയും പുതിയ എഡിഷൻസ് വന്നു. ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന ആ ഫോൺ എനിക്ക് ഗിഫ്റ്റാ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എന്റെ ലാസ്റ്റ് അല്ല അതിന് മുന്നത്തെ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നു എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഫോണാണ് അത്. എനിക്ക് ഫോൺ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം കോൾ ചെയ്യാനും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ചെയ്യാനും ഒക്കെ മാത്രമേ ഉള്ളൂ എനിക്ക് ഫോൺ. സോ അത് ഇതുവരെ മാറ്റിയിട്ടുമില്ല. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഫോൺ ഇപ്പോഴും അതേപോലെ കിടപ്പുണ്ട്. സോ ഫോണിനൊക്കെ ഓക്കെ. ഇനി ഒരു ഡ്രീം ആക്ടർ ഉണ്ട് കൂടെ അഭിനയിക്കാൻ, അതായത് എപ്പോഴും ഇദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് നായികയായിട്ട് അഭിനയിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഒരു ഡ്രീം ആക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാരാ? മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ? ഷാരൂഖ്. അത്രയും ഡ്രീം ഞാൻ ആഗ്രഹിച്ചില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാലോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. നടക്കാലോ ഇനിയിപ്പോ നടക്കാലോ. ബോളിവുഡിലേക്ക് കുട്ടിക്ക് ഓഫർ വന്നു ഇതിനിടയ്ക്ക് വന്നു, പക്ഷെ ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട് ദി ജെനുവിനിറ്റി ഓഫ് ദ പ്രോജക്ട്. ഓഫേഴ്സ് വന്ന് നമുക്ക് ഉണ്ടാവുമല്ലോ, ഇത് ശരിയാണോ, ഇതിങ്ങനെ വെറുതെ പറ്റിക്കാൻ വിളിക്കുവാന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ തൽക്കാലം വേണ്ടാന്ന് വിചാരിച്ചത്. എനിക്കറിയില്ല കോൾസ് ഒന്നും ജെനുവിൻ ആയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഞാൻ പ്രൊസീഡ് ചെയ്തിട്ടില്ല. ഷാരൂഖിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയിരുന്നു. പോയി നോക്കാം എന്തായാലും. നിലയിലെ നായകൻ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലെ നായകൻ ആരാ? ഇപ്പൊ ഞാൻ 2 പ്രോജക്ട്സ് പാരലലി നടക്കുന്നുണ്ട്. ഒന്ന് ഷെയ്ൻ, എന്റെ കൂടെ ഞാൻ ഡൂയിങ് അനദർ ഫിലിം വിത്ത് ഷെയ്ൻ, പിന്നെ ഉണ്ണി മുകുന്ദൻ. ഇപ്പം ഇത് രണ്ടുപേരുടെ പ്രോജക്ട്സ് ആണ്. ഇവർ രണ്ടുപേരുടെ പ്രോജക്ട്സ് നടന്നത്. ഈ ജയ് ഗണേഷിന്റെ കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു. ഷെയ്ന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന സിനിമ ഏതാ? ലിറ്റിൽ ഹാർട്ട്സ്. സാൻഡ്ര തോമസ് ആണ്, സാൻഡ്ര ചേച്ചിയാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിനിമ ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് കഴിയാറായി. എനിക്ക് തോന്നുന്നു ആദ്യം റിലീസ് ആവുന്നതും ലിറ്റിൽ ഹാർട്ട്സ് തന്നെയായിരിക്കും. ഇത് RDX റിലീസായി 1 മാസത്തിനുള്ളിൽ തന്നെ സൈൻ ചെയ്ത, ഞാൻ RDXന് ശേഷം ഫസ്റ്റ് സൈൻ ചെയ്ത പ്രോജക്ട് ലിറ്റിൽ ഹാർട്ട്സ് ആണ്. അത് ഷെയ്ന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഹൗ ഓൾഡ് ആർ യു? I'm 28. 28 വയസ്സുകാരിയായിട്ടുള്ള കാസർഗോഡുള്ള ടീച്ചറിന്റെ മകളായിട്ടുള്ള ഈ ഗോപിക പാലാട്ട് എന്നുള്ള കുട്ടി ഈ സിനിമയും മേക്കപ്പും ഒന്നുമില്ലെങ്കിൽ അവരുടെ ഒരു സാധാരണ ദിവസം വെരി സിമ്പിൾ. എന്റെ സിനിമ ഉണ്ടെങ്കിൽ തന്നെ എന്റെ ലൈഫ് ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ ഷൂട്ടിനൊക്കെ ആണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേക്കണം, തിരിച്ച് റൂമിൽ എത്തുമ്പോൾ എന്തായാലും 9 മണി 10 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങും. ഇതാണ് ഷൂട്ടിന് വന്നാലുള്ള റുട്ടീൻ. ഇതാണ് വീട്ടിലാണെങ്കിലുള്ള റുട്ടീൻ. എനിക്ക് രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കുന്നത്, ചിലപ്പോൾ 2 മണി 3 മണി വരെയൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ രാവിലെ എനിക്ക് നല്ല ഉറക്കം വേണം. എനിക്കൊരു 8 മണി 9 മണി വരെയെങ്കിലും ഉറക്കം കിട്ടി അത്രയും സന്തോഷം. എൻ്റെ വീട്ടില് ഡോഗ്സ് ഉണ്ട്, കാറ്റ്സ് ഉണ്ട്, ഫിഷസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. എൻ്റെ വേൾഡ് അതാണ്. അപ്പൊ എനിക്കിപ്പോൾ ഞാൻ നാട്ടിൽ പോയാലായാലും എനിക്കിഷ്ടം എൻ്റെ റൂമിലിരിക്കാനാണ്. എനിക്ക് എൻ്റെ വീട്ടിലിരിക്കാൻ, പുറത്തു പോകാനൊന്നും ഇഷ്ടമല്ല. എനിക്ക് പുറത്തു പോകാനോ ഫ്രണ്ട്സിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ റൂമിലിരിക്കാനാണ് ഇഷ്ടം. ഞാൻ ഉറങ്ങുന്നത് എൻ്റെ 2 ഡോഗ്സിന്റെ കൂടെയാണ്. എനിക്ക് 2 റോട്ട്വെയിലേഴ്സ് ആണ്. ഒന്നിപ്പുറത്തും. രാത്രി ഉറങ്ങുമ്പോൾ ഒന്നിന്റെ തല ഒരാൾ ഇരിക്കുന്നൊക്കെ എന്റെ മുഖത്തായിരിക്കും. പക്ഷെ ഐ യൂസ്ഡ് ടു ഇറ്റ്. എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഡോഗ്സ് കൂടെ കിടന്നുറങ്ങുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. അവർ കെട്ടിപ്പിടിച്ചുറങ്ങാൻ. ഞാനൊരു പഴവും പച്ചക്കറിയും പഴവും പച്ചക്കറി റോട്ടവൈലേഴ്സ് തന്നെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കഴിഞ്ഞു. നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാം. എനിക്ക് എന്റെ അമ്മ ടീച്ചറാണ്. ആൻഡ് ഐ എം വെരി ഗുഡ് അറ്റ് ടീച്ചിങ്. അമ്മ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. 10th വരെയാണ് അമ്മ പഠിപ്പിക്കുന്നത്. ഞാൻ 4th പഠിക്കുമ്പം അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 4th മാത്രം.